പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ലോക്കർ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ HDFC ബാങ്കിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തുടർ നടപടികളിലേക്ക് ഇഡി കടക്കുകയാണ്. ലോക്കർ വിവരങ്ങൾ പരിശോധിച്ച ശേഷം വീണ്ടും വീണ ടിയെ ചോദ്യം ചെയ്യും എന്നാണ് അറിയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വിവരങ്ങൾ ആദ്യം നൽകുന്നത്. 24-ൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ HDFC ബാങ്കിലെ ലോക്കർ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് എന്നതാണ്. ഷഫീദിലേക്ക്. ഷഫീദ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു വീണ ടിയെ. അതിൽ നിന്ന് രേഖകൾ പലതും ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. നേരിട്ട് കണ്ട് നടത്തിയ ഇടപാടുകളാണ് കൂടുതലും ഉള്ളത്. അതൊന്നും രേഖയായിട്ടില്ല എന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇഡിയോട് വീണ ടി വിശദീകരിച്ചിരുന്നത്. അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്കല്ലേ HDFC ബാങ്കിലെ വീണയുടെ ലോക്കറിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്? ജിക്ക് ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം ഈ കേസിന്റെ തുടർ നടപടികളിൽ ലോക്കൽ പരിശോധന നിർണായകമാണ് എന്നുള്ള കാര്യം ഇഡി നേരത്തെ വിലയിരുത്തിയ കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം പുളിമൂട്ടിലെ HDFC ബാങ്കിൽ ഇഡി സംഘം പരിശോധന നടത്തുന്നത്. അല്പസമയം മുൻപാണ് ഇഡി ഉദ്യോഗസ്ഥർ ഈ ബാങ്കിന് സമീപത്തേക്ക് അല്ലെങ്കിൽ ഈ ബാങ്കിലേക്ക് പരിശോധന നടത്താൻ വേണ്ടി എത്തിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി മാറിയത് ഈ ബാങ്ക് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. നമുക്ക് ഇഡി ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തി, ബാങ്കിന് മുൻപിലേക്ക് എത്തിയ വാഹനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൂടാതെ ഈ ബാങ്കിലാണ്, അതായത് ഈ കാണുന്ന ആയുർവേദ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന HDFCയുടെ പ്രധാനപ്പെട്ട ബാങ്കിലാണ് ഇപ്പോൾ വീണ വിജയന്റെ ലോക്കർ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ CMRL എക്സാലോജി കേസിൽ ദുരൂഹ ഇടപാട് അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ സംശയിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഇഡിക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന അത് നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഈ ബാങ്കിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ചോദ്യം ചെയ്യലടക്കം 9 മണിക്കൂറായിരുന്നു വീണ വിജയനെ ചോദ്യം ചെയ്തത്. മറുപടികൾ തൃപ്തികരമല്ലെന്നാണ് ഇക്കാര്യത്തിലെ ഇഡിയുടെ നിലപാട്. CMRL കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് SFOയ്ക്ക് നൽകിയ സമാന മറുപടിയാണ് വീണ ടി നൽകിയത്. മാത്രമല്ല IT സേവനങ്ങളെ കുറിച്ച് CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ച. അതിനാൽ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല. എക്സാലോജി കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നില്ല. സ്ഥാപനത്തിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിലായിരുന്നു ചില വിശദാംശങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറുപടി നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചതാണ് ഇഡി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ ലോക്കർ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ശേഖരിച്ച് പരിശോധിക്കും. ഈ ലോക്കറിലെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിക്കും. ഈ അക്കൗണ്ട് നേരത്തെ ഇഡി മരവിപ്പിച്ചതാണ്. അതായത് ഈ നോട്ടീസ് അയച്ചതിന് പിന്നാലെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വീണ വിജയനെ പ്രതിയേർത്തുള്ള അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇഡി ഈ അക്കൗണ്ട് മരവിപ്പിച്ചതാണ്. ഈ അക്കൗണ്ടിലാണ്, അതായത് തിരുവനന്തപുരം ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള HDFCയുടെ ഈ ബാങ്കിൽ ഇവിടെയായിരുന്നു വീണ ടിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ഈ മരവിപ്പിച്ച അക്കൗണ്ടിലാണ് നിലവിൽ ഇപ്പോൾ ഈ പരിശോധന, ഇഡിയുടെ പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 10:30യോടുകൂടിയാണ് ഇഡി ഉദ്യോഗസ്ഥർ ഈ ബാങ്കിലേക്ക് എത്തിയത്. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് ഈ വീണ വിജയനെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സമയത്തുണ്ടായ അക്രമ സംഭവങ്ങളെ കുറിച്ച് അറിയാം. അതടക്കം വലിയ വിവാദമായ സംഭവമാണ്. ഏതായാലും അതിനു പിന്നാലെ ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ നീക്കത്തിലേക്ക് ഇഡി കടന്നിരിക്കുന്നു. വീണ വിജയന്റെ ബാങ്ക് വിവരങ്ങൾ, അതായത് അക്കൗണ്ട് വിവരങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. ഷഫീദ, ഈ മരവിപ്പിച്ച അക്കൗണ്ട് ആണല്ലോ ഇപ്പൊ ഈ HDFC ബാങ്കിലെ അക്കൗണ്ട് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് പരിശോധന എത്രത്തോളം നിർണായകമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട്? ഉറപ്പായിട്ടും വളരെ നിർണായകമായിട്ടുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കേന്ദ്രസേനയുടെ സുരക്ഷാ ജീവനക്കാരെയൊക്കെ കാണാൻ സാധിക്കും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സേനാംഗങ്ങളുടെ എണ്ണമടക്കം കൂട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ അതിനെക്കുറിച്ച് നമുക്കറിയാം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ കൂടുതൽ സുരക്ഷയടക്കം ഒരുക്കിയിട്ടാണ് ഇപ്പോൾ ഈ ബാങ്കിലെ പരിശോധന എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നമുക്കറിയാം ഈ ഇഡി ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് മുൻപ് നടത്തിയ പരിശോധന വലിയ അക്രമാസക്തമാവുകയും പിന്നീട് അത് വലിയ വിവാദമാവുകയൊക്കെ മാറിയിരുന്നു. ഏതായാലും ഈ പരിശോധന നിർണായകമായി മാറുന്നത് പല കാരണങ്ങളാണ്. കാരണം ഇഡിക്ക് മുൻപിൽ വീണ വിജയൻ നൽകിയിരിക്കുന്ന ചില വിവരങ്ങൾ, അതായത് വീണ വിജയൻ ഇഡിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യം ചെയ്യലിലെ വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ തൃപ്തികരമല്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഇഡി സംഘത്തിനുള്ളൊരു സാഹചര്യത്തിൽ, ഇഡി ഉദ്യോഗസ്ഥർക്ക് ഉള്ളൊരു സാഹചര്യത്തിൽ ഈ ലോക്കറിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ലോക്കറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രയവിക്രയങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരശേഖരണം ഇഡി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്കിൽ ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ക്രിസ്ത്യന.
ഷഫീദ്, ഇനിയിപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് എന്ത് സേവനമാണ് CMRL വേണ്ടി എക്സാലോജിക് എന്ന വീണയുടെ കമ്പനി ചെയ്തതെന്ന കാര്യത്തിൽ അതിൽ വ്യക്തത വരുത്തുന്ന രേഖകൾ അവർക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല. രേഖകളിലായിട്ടില്ല ഒന്നും. കാര്യങ്ങളല്ലാതെ തന്നെ വാക്കാലുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയമാണ് നടത്തിയിരുന്നത് എന്നാണ് വീണാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്ന വിശദീകരണം എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ CMRൽ നിന്ന് വീണ കൈപ്പറ്റിയ തുകയുടെ മറ്റ് വിശദാംശങ്ങൾ, ഇത് അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിന്റെ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടിന്റെ അല്ലെങ്കിൽ പണം വെളുപ്പിക്കലിന്റെ ഭാഗമായി വരുന്ന സംഭവങ്ങളാണോ എന്നതിലുള്ള പരിശോധന ഒക്കെയാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇനിയുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ED കടന്നിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമ്പോൾ വീണ്ടും വീണയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക, അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക, ഇതൊക്കെയാണോ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതിന്റെ ആദ്യ സൂചനയാണോ ലോക്കർ തുറന്നുള്ള ഈ പരിശോധന? നേരത്തെ ED ഉദ്യോഗസ്ഥർ അടക്കം നൽകിയ വിവരം ഈ ലോക്കർ പരിശോധന നിർണായകമാണ് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഈ HDFC ബാങ്കിലെ വീണയുടെ അക്കൗണ്ട് നേരത്തെ മരവിപ്പിച്ചതാണ്. മാത്രവുമല്ല, ഈ അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ നടന്നിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ സംബന്ധിച്ച് വലിയ പരിശോധന നടത്തണം എന്നുള്ള കാര്യം ED പറഞ്ഞതാണ്. അങ്ങനെ സാമ്പത്തിക ട്രാൻസാക്ഷനുകളുടെ വിവരമടക്കമുള്ള കാര്യങ്ങൾ ED ശേഖരിക്കുകയും ചെയ്തിരുന്നു. ആ ശേഖരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ലോക്കർ പരിശോധനയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് 9 മണിക്കൂർ വീണയെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിലെ മറുപടികൾ അന്നേ വിവരങ്ങളടക്കം പുറത്തേക്ക് വന്നതാണ്. അതിൽ ഈ CMRL കമ്പനിയുമായി എക്സാലോജിക് സൊല്യൂഷൻസ് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അതായിരുന്നു പ്രധാനമായും തേടിയത്. അതിൽ അന്ന് SFIക്ക് എന്താണോ പറഞ്ഞിരുന്നത് അതേ മറുപടി തന്നെ വീണ ആവർത്തിച്ചു എന്നുള്ളതാണ് ED ഉദ്യോഗസ്ഥരും പറയുന്നത്. അക്കാര്യത്തിൽ ചില പൊരുത്തക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. IT സേവനങ്ങളെക്കുറിച്ച് CMRL പ്രതിനിധികളുമായി നേരിട്ടാണ് ചർച്ച നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ ഇമെയിൽ മുഖേനയുള്ള കമ്മ്യൂണിക്കേഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇമെയിൽ വിവരശേഖരണമോ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു വീണയുടെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി. അതിനാൽ രേഖകളില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. കൂടാതെ എക്സാലോജിക് കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നില്ലെന്നും സ്ഥാപനത്തിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിലായിരുന്നു ചില വിശദാംശങ്ങളെന്നും മറുപടി നൽകി. ഇതോടുകൂടി ഈ രേഖകളില്ലാതെ കോടിക്കണക്കിന് രൂപ കൈമാറിയത് ഏത് സാഹചര്യത്തിലെന്നൊക്കെയുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യം എന്നൊക്കെ ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.